Hi viewers, today we are going to discuss about quantitative research, qualitative research and ex-post facto research. Quantitative research. Quantitative research is based on the measurement of quantity or amount. It is applicable into phenomenon that can be expressed in terms of quantity. Quantitative research. The term itself implies what is quantitative research. In an organization, most of the data are available in quantitative terms. For example, sales. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ആ പേരിനകത്ത് തന്നെയുണ്ട്. ക്വാണ്ടിറ്റേറ്റീവായിട്ട് ലഭ്യമാകുന്ന ഡേറ്റ മെഷർ ചെയ്യുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റിസർച്ചാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ സെയിൽസ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലാണ് പറയുന്നത്. ഒന്നെങ്കിൽ എത്രമാത്രം സെയിൽസ് നടന്നു അല്ലെങ്കിൽ എത്ര രൂപയുടെ സെയിൽസ് നടന്നു, ആ രീതിയിലാണ് നമ്മൾ സെയിൽസിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്വാണ്ടിറ്റി വൈസോ എമൗണ്ട് വൈസിലോ ലഭ്യമാകുന്ന ഡേറ്റയെ അനലൈസ് ചെയ്യുവാനോ മെഷർ ചെയ്യുവാനോ ഒക്കെ ഉപയോഗിക്കുന്ന റിസർച്ചിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ടേംസിൽ ലഭ്യമാകുന്ന ഡേറ്റയെ മാത്രമേ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് കൊണ്ട് അനലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി ക്വാളിറ്റേറ്റീവ് റിസർച്ച്. Qualitative research is concerned with the qualitative phenomena, that is, a phenomenon relating to or involving quality or kind. Research designed to find out how people feel or what they think about a particular subject is a qualitative research. Qualitative research പ്രധാനമായിട്ടും ക്വാളിറ്റേറ്റീവ് ഫിനോമിനയുമായിട്ട് റിലേറ്റഡ് ആണ്. എന്താണ് അപ്പോൾ ഈ ക്വാളിറ്റേറ്റീവ് ഫിനോമിന എന്ന് പറഞ്ഞാൽ? ഉദാഹരണത്തിന് ഒരു കൺസ്യൂമറിന് ഒരു പ്രോഡക്റ്റ് എത്രമാത്രം ഇഷ്ടമാണെന്ന് ഒരു കമ്പനിക്ക് അറിയണം. ഒരു കൺസ്യൂമറിന് ഒരു പ്രോഡക്റ്റിനോട് ഉള്ള ഇഷ്ടം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ കൺസ്യൂമർ ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്, ഇതിനെയൊക്കെ നമ്മൾ ക്വാളിറ്റേറ്റീവ് ഫിനോമിന എന്നാണ് പറയുന്നത്. എത്ര രൂപ കൊടുത്തിട്ടാണ് ആ പ്രോഡക്റ്റ് വാങ്ങിച്ചത് എന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയാണ്. കാരണം പണത്തിൻ്റെ മൂല്യം എത്രയാണെന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു പ്രോഡക്റ്റ് എത്രമാത്രം ഇഷ്ടമാണ്, ആ പ്രോഡക്റ്റ് വാങ്ങിച്ചതിൻ്റെ കാരണം എന്താണ്, ഇതിനെയൊക്കെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഒരു പ്രതിഭാസമായിട്ടാണ് കരുതപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ക്വാളിറ്റി അതല്ലെങ്കിൽ കൈൻഡ് മീൻസ് എത്രമാത്രം ഇഷ്ടം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്, ഏത് പ്രോഡക്റ്റാണ് ഇഷ്ടം, ഇതിനെയൊക്കെയാണ് നമ്മൾ ആ കൈൻഡ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ക്വാളിറ്റി അല്ലെങ്കിൽ കൈൻഡ് ഇവയൊക്കെ ഇൻവോൾവ് ആകുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് ഫിനോമിന എന്ന് പറയുന്നത്. Research designed to find out how people feel or what they think about a particular subject is a qualitative research. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത്, എന്താണ് ആ പ്രോഡക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ് ഒരു വസ്തുവിനെ ഇഷ്ടം അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങിച്ചതിൻ്റെ പുറകിലുള്ള കാരണം എന്താണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അനലൈസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ഇതിനെ റിസർച്ചിൻ്റെ വിഷയമാക്കുക എന്ന് പറഞ്ഞാൽ അതും വളരെയേറെ ബുദ്ധിമുട്ടേറിയൊരു കാര്യമാണ്. അപ്പോൾ ഇവയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ? എന്തിനെക്കുറിച്ചെങ്കിലും ആൾക്കാർ എന്താണ് ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന റിസർച്ചിനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും മാർക്കറ്റിങ്ങിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. Let's see more about
Qualitative research. Motivation research is an important type of qualitative research which aims at discovering the underlying motives and desires of respondents. The techniques of research are word association test, sentence completion test, story completion test, and similar other projective techniques. What do you mean by motivation research? Motivation research is a study conducted to find out the motives behind the purchase of a product. മോട്ടിവേഷൻ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൻ്റെ പുറകിൽ എന്തെങ്കിലും ഒരു മോട്ടീവ് കാണും. മോട്ടീവ് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന റിസർച്ചാണ് മോട്ടിവേഷൻ റിസർച്ച്. അപ്പോൾ ഇവിടെ റെസ്പോണ്ടൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു റിസർച്ചർ ആരോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരെയാണ് റെസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. മോട്ടിവേഷൻ റിസർച്ചിൻ്റെ കേസിൽ കൺസ്യൂമേഴ്സിൽ നിന്നും കുറച്ച് പേരെയാകും തിരഞ്ഞെടുക്കുക, അവരെയാണ് റെസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. അത് ഓരോ പഠനത്തിൻ്റെയും രീതി അനുസരിച്ചിട്ടിരിക്കും. ഇവിടെ കൺസ്യൂമേഴ്സ് ആയതുകൊണ്ട് അവരാണ് റെസ്പോണ്ടൻസ്. അപ്പോൾ റിസർച്ചിൻ്റെ ടോപ്പിക് ഏതാണോ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കുമോ റെസ്പോണ്ടൻസ്. ആരോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരാണ് റെസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ IT പ്രൊഫഷണൽസിൻ്റെ ഇടയിലാണ് ഒരു പഠനം നടക്കുന്നതെങ്കിൽ അവരാണ് അവിടെ റെസ്പോണ്ടൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മോട്ടിവേഷൻ റിസർച്ചിനെ കുറിച്ചാണ്. ആ റിസർച്ചർ റെസ്പോണ്ടൻസിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അത് പ്രധാനമായിട്ടും അവർ എന്തുകൊണ്ടാണ് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ കാരണമായത്, എന്താണ് അതിൻ്റെ പുറകിലുള്ള മോട്ടീവ്, അവർക്ക് എന്തുകൊണ്ടാണ് ആ ഒരു പ്രോഡക്റ്റിനോട് താല്പര്യം വന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ടാണ് റിസർച്ചർ അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അങ്ങനെ ആ റിസർച്ചർ മനസ്സിലാക്കിയെടുക്കും എന്തുകൊണ്ടാണ് അവർ ആ പ്രോഡക്റ്റ് വാങ്ങിച്ചത്, അവർ ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള കാരണം എന്താണ്, അവർക്ക് അതിനോട് താല്പര്യമുണ്ടാകാൻ കാരണം എന്താണ്. അപ്പോൾ ഇത് ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ചാണ്. കാരണം എന്താണ്, ഇവിടെ ഇതിനകത്ത് എവിടെയും ഒരു ക്വാണ്ടിറ്റി ടേംസിലുള്ള ഒരു കാര്യവും വരുന്നില്ല. ഇപ്പോൾ കൺസ്യൂമറിനോട് എത്ര രൂപയ്ക്കാണ് പ്രോഡക്റ്റ് വാങ്ങിച്ചത് എന്ന് ചോദിക്കുന്നു. കൺസ്യൂമർ മറുപടി പറയുകയാണെങ്കിൽ അത് ക്വാണ്ടിറ്റേറ്റീവ് ടേംസിലുള്ള ഒരു റെസ്പോൺസാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എന്തുകൊണ്ടാണ് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്, എന്താണ് അതിൻ്റെ പുറകിലത്തെ കാരണം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ മോട്ടിവേഷൻ റിസർച്ചിനെ നമുക്ക് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനകത്ത് ഉൾപ്പെടുത്താം. ഇനി ഈ മോട്ടിവേഷൻ റിസർച്ച് നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമുക്ക് നടത്താം. അപ്പോൾ ചില കേസിൽ നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ റെസ്പോണ്ടൻസ് മറുപടി പറയണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സിൽ നിന്നും അല്ലെങ്കിൽ റെസ്പോണ്ടൻസിൽ നിന്നും റിസർച്ചേഴ്സിന് റെസ്പോൺസസ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് പല ടെക്നിക്സും ഉപയോഗിക്കും. ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ അങ്ങനെ സാധാരണ ഉപയോഗിക്കുന്ന മറ്റു ചില ടെക്നിക്സാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റിസർച്ചർ ഒരു വേർഡ് പറയും. ആ വേർഡ് റെസ്പോണ്ടൻസിനോട് പറഞ്ഞിട്ട് പെട്ടെന്ന് ആ വേർഡ് കേൾക്കുമ്പോൾ എന്താണ് റെസ്പോണ്ടൻസിന് തോന്നുന്നത് എന്ന് പെട്ടെന്ന് മറുപടി പറയാൻ അവരോട് ആവശ്യപ്പെടും. ഒത്തിരി സമയം ആലോചിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കത്തില്ല, പെട്ടെന്ന് മറുപടി പറയാനേ ആവശ്യപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് വാട്ടർ എന്നൊരു വാക്ക് പറയും. എന്നിട്ട് റെസ്പോണ്ടൻസിനോട് എന്താണ് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് വേണം മറുപടി പറയാൻ. ആ മറുപടി എന്ന് പറയുന്നത് റെസ്പോണ്ടൻറ്റിൻ്റെ ചിന്തയുടെയും അവരുടെ മനസ്സിൽ എന്താണോ ഉള്ളത് അതിൻ്റെയൊക്കെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കും. ഇനി അടുത്തതായി സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. ഒരു സെൻറ്റൻസിൻ്റെ പകുതി പറഞ്ഞിട്ട് അത് ഫില്ല് ചെയ്യാൻ ആവശ്യപ്പെടും. ചിലപ്പോൾ പ്രോഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാകാം, അല്ലെങ്കിൽ എന്ത് പഠനം ആണോ റിസർച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സെൻറ്റൻസ് ആയിരിക്കും.
അപ്പോൾ ആ സെൻറ്റൻസ് പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെയും കൺസ്യൂമേഴ്സ് ബാക്കി ഫില്ല് ചെയ്യും. അപ്പോൾ അവരുടെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തയായിരിക്കും ആ സെൻറ്റൻസ് കംപ്ലീഷനകത്ത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായിരിക്കും അവർ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അവരുടെ ചിന്തയിൽ എന്താണോ വരുന്നത് ആ ഒരു കാര്യം. അടുത്തതായി സ്റ്റോറി കംപ്ലീഷൻ ടെസ്റ്റ്. ഒരു സ്റ്റോറി പറയും, അതൊക്കെ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണോ ആ റിസർച്ചർ നടത്തുന്ന പഠനം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും. കേട്ടല്ലോ. അപ്പോൾ ഒരു സ്റ്റോറി പറഞ്ഞതിന് ശേഷം അത് ബാക്കി ഫില്ല് ചെയ്യാൻ പറയും. അപ്പോൾ അത് കേട്ടിട്ട് റെസ്പോണ്ടൻസ് അവരുടെ ചിന്ത അനുസരിച്ചിട്ടായിരിക്കും അത് ഫില്ല് ചെയ്യുക, അവരുടെ ഭാവന അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ബാക്കി പറയുക. അപ്പോൾ അതിൽ നിന്നെല്ലാം അവർ എന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിൽ എന്താണുള്ളത്, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഇത് പല പർപ്പസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് മോട്ടിവേഷൻ റിസർച്ചിൻ്റെ രൂപത്തിലാണ് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം. നെക്സ്റ്റ്, എക്സ് പോസ്റ്റ് ഫാക്ടോ റിസർച്ച്. This is an empirical research. In this research, the researcher does not have any control over independent variables. Ex post facto research is systematic, empirical inquiry in which the scientist does not have direct control of independent variables. Ex post facto research is an empirical research. എംപിരിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ, എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ, ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ റിസർച്ച് നടത്തുന്നതിനെയാണ് എംപിരിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഇൻ ദിസ് റിസർച്ച് ദ റിസർച്ചർ ഡസ് നോട്ട് ഹാവ് എനി കൺട്രോൾ ഓവർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ കണ്ടൊരു കാര്യമുണ്ട്. അവിടെ റിസർച്ചർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനകത്തൊരു മാറ്റം വരുത്തും. ഉദാഹരണത്തിന് ഒരു ഫെർട്ടിലൈസർ നല്ലതാണോ എന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് അഗ്രികൾച്ചർ ഫീൽഡിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒന്നിൽ ആ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യും, മറ്റൊരു പ്ലോട്ടിൽ ആ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യത്തില്ല. അതിനുശേഷം ആ അഗ്രികൾച്ചർ പ്ലോട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന ഈൽഡ് അനുസരിച്ച്, വിളവനുസരിച്ച് ആ ഫെർട്ടിലൈസർ മികച്ചതാണോ അല്ലയോ എന്ന് നോക്കും. ഇത് എക്സ്പെരിമെൻ്റൽ റിസർച്ചിൻ്റെ ഒരു രീതിയാണ്, നമ്മൾ മുൻപ് പഠിച്ചതാണ്. അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചറിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ട് അതിൻ്റെ എഫക്റ്റീവ്നെസ് മനസ്സിലാക്കും. ഇതൊക്കെ എക്സ്പെരിമെൻ്റൽ റിസർച്ചിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ റിസർച്ചർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാറ്റി നൽകുകയാണ്. അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് വല്ല കൺട്രോൾ റിസർച്ചർക്കുണ്ട്. പക്ഷേ എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ചിൽ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ റിസർച്ചർ മനഃപൂർവ്വമായിട്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ കൺട്രോൾ സയൻറ്റിസ്റ്റിൽ അല്ല. അതാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ചിൻ്റെ ഒരു പ്രത്യേകത. എന്താണ് ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ മേൽ കൺട്രോൾ റിസർച്ചർക്കല്ല. റിസർച്ചർക്ക് അതിനകത്ത് ഒരു വലിയ മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. റിസർച്ചിന് വേണ്ടിയിട്ട് അവിടെ ഒരു വലിയ മാറ്റം വരുത്തുവാൻ കഴിയുകയില്ല. എക്സ്പോസ്റ്റ് ഫാക്ടോ research is the type of research which is based on analytical and scientific examination of the relationship between independent and dependent variables. The independent variables have already been manifested. നേരത്തെ പറഞ്ഞതുപോലെ എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്നത് വളരെ അനലിറ്റിക്കലായിട്ടുള്ളൊരു റിസർച്ചാണ്. ഡേറ്റ കളക്ട് ചെയ്ത് അതിനെ അനലൈസ് ചെയ്ത് ആ രീതിയിലാണ് എക്സ്പോസ്റ്റ് ഫാക്ടോ റിസർച്ച് നടത്തപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അതുപോലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഒക്കെ തമ്മിലുള്ള ഒരു സയൻറ്റിഫിക്
എക്സാമിനേഷൻ, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എക്സാമിനേഷൻ അവിടെ നടത്തുന്നു. എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും അതുപോലെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഡേറ്റ കളക്ട് ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സയൻറ്റിഫിക്കായിട്ട് തന്നെ അവിടെ കണ്ടുപിടിക്കുകയാണ്. ദ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ ഓൾറെഡി ബീൻ മാനിഫെസ്റ്റഡ്. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും റിലേഷൻഷിപ്പാണ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചിലൂടെ പഠിക്കുന്നതെന്ന് പറഞ്ഞു. അത് വളരെയധികം അനലൈസ് ചെയ്ത് വളരെ സയൻറ്റിഫിക്കായിട്ട് തന്നെയാണ് അത് കണ്ടുപിടിക്കുന്നത്. ആ ഒരു റിലേഷൻഷിപ്പ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെയും ഒക്കെ. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഹാവ് ഓൾറെഡി ബീൻ മാനിഫെസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ റിസർച്ചർ അല്ല അവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റം വരുത്തുന്നത്. അത് ഓൾറെഡി അവിടെ മാറ്റം വരുത്തിയിട്ടാണ് റിസർച്ചറിന് പഠന വിഷയമായിട്ടത് മാറുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുവാൻ തുടങ്ങുമ്പോൾ റിസർച്ചർ അല്ല ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ മാറ്റം വരുത്തുന്നത്. ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാകും അത് റിസർച്ചറിലേക്ക് അത് പഠനത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കുന്നത്. മാനിഫെസ്റ്റഡ് മീൻസ് അതവിടെ സ്പഷ്ടമാണ്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓൾറെഡി ഒരു മാറ്റം അവിടെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് റിസർച്ചർ ആ റിലേഷൻഷിപ്പിന് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുവാൻ തുടങ്ങുന്നത്. നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചിലൊക്കെ എന്താണ് കണ്ടത്? ആ റിസർച്ചറാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഒരു മാറ്റം വരുത്തുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പഠനമൊക്കെ വളരെ കൃത്യമാണ്. വളരെയധികം അനാലിസിസും വളരെ ശാസ്ത്രീയപരമായിട്ടുള്ള പഠനമൊക്കെയാണ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചിലും നടത്തുന്നത്. പക്ഷേ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിലെ മാറ്റം വരുത്തുന്നത് റിസർച്ചറല്ല. അത് ഓൾറെഡി അവിടെ മാറ്റം വരുത്തിയിട്ടാണ് റിസർച്ചറിലേക്ക് ആ പഠനം ചെന്നെത്തുന്നത്. അല്ലെങ്കിൽ ആ മാറ്റം വരുത്തിയതിന് ശേഷമാണ് റിസർച്ചർ ഇവിടെ എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് തുടങ്ങുന്നത് തന്നെ. Independent variables exist already in their relationships with the dependent variable. For example, advertising expenditure is an independent variable, while the sales value may be treated as dependent on advertising expenditure. എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെയും റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് എത്രമാത്രം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിള് എന്ത് ഇമ്പാക്റ്റാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ച്. പക്ഷേ മറ്റുള്ള റിസർച്ചിൽ നിന്ന് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചിൻ്റെ വ്യത്യാസം എന്താണ്? ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാറ്റി ഒരു റിസർച്ച് നടത്തുവാൻ റിസർച്ചർക്ക് സാധ്യമല്ല. ഓൾറെഡി ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ തമ്മിലൊരു റിലേഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് എത്രമാത്രമാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടെ റിസർച്ചർ ചെയ്യേണ്ടുന്നത്. ഇവിടെ റിസർച്ചർക്ക് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഒരു മാറ്റവും വരുത്താൻ സാധ്യമല്ല. ഉദാഹരണത്തിന് ഒരു കമ്പനിയിൽ അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചറും സെയിൽസ് വാല്യൂവും തമ്മിൽ റിലേറ്റഡ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കാനാണ് ഒരു റിസർച്ചർ തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ ഓൾറെഡി കമ്പനി ഒരു പർട്ടിക്കുലർ എമൗണ്ട് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് ചിലവാക്കി കഴിഞ്ഞു. ഇനി അത് എന്ത് ഇമ്പാക്റ്റാണ് സെയിൽസിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അത്രമാത്രം പഠിച്ചാൽ മതിയാകും. അല്ലാതെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിച്ച് നോക്കിയിട്ട് പിന്നെ എത്രയാണ് സെയിൽസ് അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യം ഇവിടെയില്ല. ഓൾറെഡി അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ
ഇത്രയാണെന്നുള്ളത് കമ്പനി ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് അവർ അഡ്വർടൈസ്മെൻറ്റ് നൽകിയിട്ടുമുണ്ട്. ഇനി അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രമാണ് സെയിൽസിലുള്ളത് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചിലൂടെ ആ റിസർച്ചർ ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഓൾറെഡി എക്സിസ്റ്റഡ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച്, അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് എക്സ്പോസ്റ്റ് ഫാക്ടർ റിസർച്ചിൽ ചെയ്യുന്നത്. അല്ലാതെ റിസർച്ചറിന് ആ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ ഇനി മാറ്റി ഒരു പരീക്ഷണം നടത്തുവാനായിട്ട് സാധ്യമല്ല. Today's assignment question: What is quantitative research?